الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പ്രപഞ്ച പരിപാലകരുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ പരമാവധി പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. എല്ലാ മനുഷ്യരും എന്ന പോലെ തന്നെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹു ആകട്ടെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവരുമാണ്. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു ഈ കാര്യം ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ എന്ന് സംബോധന ചെയ്തുകൊണ്ട്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ആശ്രിതരാകുന്നുവെന്ന്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്, അവൻ സ്തുത്യർഹനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. മനുഷ്യരായ നാം നമുക്ക് ജീവനും ജീവിതവും നൽകിയത്, ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളുടെ അരികിൽ എന്തെന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളതാണ്. ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല.
ഈ അനുഗ്രഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ മനുഷ്യന്റെ മനോഗതി എന്തായിരിക്കും? സുമ്മ ഇദാ മസ്സകുമുദ്ദുറു ഫഇലൈഹി തജ്അറൂൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു കുറവ്, ഒരു ദുരിതം, നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളതാ അള്ളാഹുവിനോട് നിലവിളിച്ച് കേണ് താണ് അപേക്ഷിക്കുന്നവരായി തീരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതിയായിട്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം മനുഷ്യരോടുമാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുക എന്ന ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. വേറൊന്നും പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ല. അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അതിനു വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഉടമയെന്നും ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ സംവിധാനിച്ചിരിക്കുന്നത് നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, ഇവിടെയുള്ള എല്ലാറ്റിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരുക്കിയിട്ടുള്ളത് ഖലഖ ലക്കും മാ ഫിൽ അർദ്. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണല്ലോ. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണെന്ന ബോധം ഉണ്ടാകണം. അള്ളാഹുവാണ് നമ്മുടെ ഉടമ എന്നും, നമ്മുടെ ജീവന്റെ ഉടമ അള്ളാഹു, നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമ അള്ളാഹു. ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ അനുഗ്രഹമുണ്ടോ, ജീവൻ നിലനിൽക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം അത് അല്ലാഹു നമുക്ക് ചോദിക്കാതെ തന്ന അനുഗ്രഹങ്ങളാണ്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കാൻ തുടങ്ങിയാൽ, ക്ലിപ്തപ്പെടുത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അധികം അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയതാണ്. നാം ശ്വസിക്കുന്ന വായു ശ്വസിക്കാനുള്ള നമ്മുടെ കഴിവ്, അതിന് നമ്മുടെ ആന്തരിക അവയവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ഖദർ, നിശ്ചയം കൂടി അതിലുണ്ടായാലേ അത് നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരോ കാര്യങ്ങളെയും എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കൂ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാകുന്നു. ഈ ഒരു ബോധം അള്ളാഹുവിൻ്റെ ഓരോ അടിമകളിലും ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ നമുക്ക് ഉത്ബോധനം നൽകുന്നുണ്ട്. അലം നഖ്ലുഖും മിൻ മാഇൻ മഹീൻ. നിങ്ങളുടെ ജീവിതം അതെന്ന് ആരംഭിച്ചു, നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ഇന്ദ്രിയമോ ഫജഅൽനാഹു ഫീ ഖറാറിൻ മകീൻ. ഭദ്രമായ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അതിനെ സംരക്ഷിച്ച് അവൻ നിങ്ങളെ പോറ്റി വളർത്തി എന്ന് പറയുന്നുണ്ട്.
പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന് അത് സിക്താണ്ഡമായി സൈഗോട്ടായി മാറി ആ സൈഗോട്ട് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച അലക്കത്തായി അതിൻ്റെ ഓരോരോ വളർച്ചയുടെ ഘട്ടങ്ങളെ പ്രത്യേകം ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് രക്തപിണ്ഡമായി, പിന്നെ മാംസപിണ്ഡമായി, അതിൽ എല്ലുകളുണ്ടായി, എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സുന്ദരനായ ഒരു സൃഷ്ടിയായി നിങ്ങൾക്ക് ജന്മം നൽകി. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് ഈ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് വളരുന്നത്. എത്രയാണ് നമ്മൾ 10 മാസം എന്ന് പറയും. അതിലധികമൊന്നും ഒരു കുഞ്ഞ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളർച്ചയുടെ ഘട്ടത്തിൽ താമസിക്കുന്നില്ല. 4 കൊല്ലം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ അതല്ല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ഗർഭസ്ഥകാലവും മുലകുടി കാലവും ആകെ 30 ഷഹ്റ 30 മാസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 30 മാസം എന്ന് പറഞ്ഞാൽ 2 വർഷം 24 മാസം കുഞ്ഞിന് മുലയൂട്ടണം. വൽവാലിദാത്തു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുത്തിമ്മ റളാഅ. പരിപൂർണമായി മുലയൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞിന് പരിപൂർണമായ 2 വർഷം മുലപ്പാല് നൽകണം. അപ്പൊ 24 മാസമായി, പിന്നെ 6 മാസം. അപ്പൊ ഒരു കുഞ്ഞ് ശരിക്ക് 6 മാസം വളർച്ച എത്തി പ്രസവിച്ചാൽ തന്നെ ഒരു കുഞ്ഞിന് ഇവിടെ ജീവിതം സാധ്യമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടത്തിലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടവരാണെന്ന്. നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമുക്ക് വേണ്ടതെല്ലാം പ്ലാസന്റയിലൂടെ, നമ്മൾ പറയുന്ന നമ്മുടെ പൊക്കിൾ കൊടിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നമ്മളെ വളർത്തി. പുതിയ ലോകത്തേക്ക് വന്നാലോ നമ്മുടെ ഉമ്മയുടെ മാറിടത്തിൽ മുലപ്പാലാകുന്ന അമൃത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു. അതിനു മുമ്പ് നമ്മൾ വളരുന്ന ആ ഘട്ടങ്ങളിലെല്ലാം മാതാവും പിതാവും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നു. നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ ഈ സ്നേഹം അവരുടെ മനസ്സുകളിൽ അങ്കുരിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. എന്നിട്ട് ആദ്യം തന്നെ തൻ്റെ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് കുടിക്കുന്ന മുലപ്പാലിൽ അല്ലാഹു ഈ പുതിയ ലോകത്തേക്ക് പിറന്നു വീഴുന്ന കുട്ടിയുടെ പ്രതിരോധ ശക്തി അത് ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കൊളസ്ട്രം അത് അവൻ സംവിധാനിച്ചൊരുക്കിയിട്ടുണ്ട്. ആദ്യം കുടിക്കുന്ന മുലപ്പാലിൽ തന്നെ പുതിയ ലോകത്ത് ഇവിടെ ഒരുപാട് രോഗാണുക്കളുണ്ട്, വൈറസുകളുണ്ട്, ബാക്ടീരിയാസുകളുണ്ട്, അങ്ങനെ പലതും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും പറ്റാത്ത പലതുമുള്ള ഒരു പുതിയ ലോകത്തേക്ക് വരുമ്പോൾ ബേജാറാകേണ്ടതില്ല. നിന്റെ ഉമ്മാന്റെ മുലപ്പാല് ആദ്യം തന്നെ നീ കുടിക്കുമ്പോൾ അതിൽ പ്രതിരോധ ശക്തിയുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ആശ്രയിച്ച് കഴിയേണ്ടവരാകുന്നു. എപ്പോഴാണ് പടച്ചോൻ നമുക്ക് വേണ്ട നമുക്ക് പറയാൻ തോന്നുക? പടച്ചോന്റെ ആവശ്യമില്ലാതെ ഞാൻ ഇവിടെ ജീവിക്കും എന്ന് എങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിയും? അതാണ് ശരിക്ക് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കൂ, നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഒരുക്കി തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഫഖദർനാ ഇലാ ഖദരിൻ മഅലൂം. ഗർഭാശയത്തിൽ അല്ലാഹു നിശ്ചയിച്ച കാലം നിങ്ങൾ കഴിയും. ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ.
അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നാം നിർണയിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹിന്റെ ഖദർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ എത്ര കൃത്യമായി നിർണയിക്കുന്ന നിർണയക്കാരനാണ് ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് അള്ളാഹുവിലേക്ക് ആശ്രയിച്ച് കഴിയുന്ന ഒരു മനസ്സായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി നമ്മൾ കഴിയണം. നമ്മൾ അധികമൊന്നും ചെയ്യേണ്ട. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷിച്ചാൽ, തിന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്താൽ നിങ്ങൾ ഷാക്കിറുകളുടെ ഗണത്തിൽപ്പെടും. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായ ആളുകളിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തുആമ വസഖാനീഹി ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ യാതൊരു കഴിവും ശക്തിയും കൂടാതെയാണ് ഞാൻ ഈ കുടിക്കുന്ന വെള്ളം എനിക്ക് കിട്ടിയത്, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന ബോധത്തോടു കൂടി നിങ്ങൾ അത് കുടിച്ചാൽ, ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തേന്മേശയിൽ മുന്നിലെത്തിയത് എവിടുന്നൊക്കെയാണ്, എവിടെയൊക്കെ കൃഷി ചെയ്തതാണ് നമ്മുടെ തേന്മേശയുടെ മുന്നിലെത്തുന്നത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. ഈജിപ്തിലുണ്ടായ പഴമായിരിക്കും, ഉത്തരേന്ത്യയിൽ വിളഞ്ഞ് കൊയ്തു കൊണ്ടുവന്ന ധാന്യങ്ങളായിരിക്കും, അവിടെയുള്ള ഉള്ളിയും കിഴങ്ങുകളായിരിക്കും നമ്മൾ തിന്നുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ തീന്മേശയിൽ റബ്ബേ, ഇതൊന്നും എന്റെ കഴിവ് കൊണ്ടോ എന്റെ ശക്തി കൊണ്ടോ എന്റെ മുമ്പിലെത്തിയതല്ല, അൽഹംദുലില്ലാഹ് നിനക്ക് സ്തുതിയും. വെള്ളിയാഴ്ച ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാൽ നമ്മൾ വരുന്നത്. ഉള്ളതിൽ വെടിപ്പും വൃത്തിയുമുള്ള നല്ല വസ്ത്രം ധരിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അനുഗ്രഹീതമായ ദിവസം നിങ്ങൾ വരണം. സുഗന്ധങ്ങൾ പൂശിക്കൊണ്ടാകണം. ആളുകൾ കൂടുന്ന ഇടമാണ്. ഇതൊക്കെ സുന്നത്താണ്. കുളിച്ച് വെടിപ്പും വൃത്തിയും ഉള്ളവരായി വരണം. ഈ ദിവസത്തിന്റെ ഒരു സവിശേഷത, അതൊക്കെ ചെയ്താൽ നമുക്ക് പഠിച്ചവൻ കൂലി തരും. ജീവിതത്തിന്റെ വെടിപ്പും വൃത്തിയിലും നാം വസ്ത്രം ധരിക്കുമ്പോൾ, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ വലതിനെ മുന്തിക്കണം. കുപ്പായം ഇടുമ്പോൾ വലത്തെ കൈ ആദ്യം ഇടുക, പാൻസ് ധരിക്കുമ്പോൾ വലത്തെ കാൽ ആദ്യം ഇടുക, പാദരക്ഷ അണിയുമ്പോൾ വലത്തെ കാലിനെ മുന്തിക്കുക. ഇങ്ങനെ നല്ലതിനെല്ലാം നിങ്ങൾ വലതിനെ മുന്തിക്കണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുടിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് എടുത്തു കുടിക്കുക, ഭക്ഷിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് തിന്നുക, അതൊക്കെ അവിടെയുള്ള സുന്നത്താണ്. ഡ്രസ്സ് അണിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എനിക്ക് ഈ വസ്ത്രം ഉടുക്കാൻ നൽകിയ റബ്ബേ നിനക്ക് സർവസ്തുതിയും. എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഇതിട്ടത്, ഇതിനുള്ള സൗകര്യം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഉടുക്കാൻ വേണ്ടുവോളം വസ്ത്രമില്ലാത്ത എത്ര ആളുകളുണ്ട്. വിശപ്പ് തീരുവോളം ഭക്ഷണം കഴിക്കാൻ വിഭവങ്ങളില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ദാഹം തീരുവോളം കുടിക്കാൻ വെള്ളമില്ലാത്ത എത്ര ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ടാകാം. വേനലാണ്, നമ്മൾ കുടിക്കുമ്പോൾ ഇവിടെയുള്ള പക്ഷി പറവകളെയൊന്നും ജീവജാലങ്ങളെയൊന്നും നമ്മൾ മറന്നു പോകരുത്. കുറച്ച് വെള്ളമൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ നമ്മുടെ വീട്ടിൽ. അവർക്കൊക്കെ കുടിക്കാൻ പാകത്തിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളെന്ന ബോധമുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന് നന്ദി കാണിക്കാനുള്ള വിചാരം മനസ്സിൽ അങ്കുരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തിൽ പറഞ്ഞത്, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ തഅബ്ബുദൻ വരിഖ, അല്ലാഹുവേ ഞാനിതാ
ഹജ്ജിന് നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു. തഅബ്ബുദൻ വരിഖ, ഞാൻ നിന്റെ അടിമയാണെന്ന പരിപൂർണ ബോധ്യത്തോടെ നിനക്ക് അങ്ങേ അറ്റത്തെ അനുസരണവും താഴ്മയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു റബ്ബേ. ഇതാണ് ശുക്രിന്റെ അടയാളമായി, അത് നമ്മുടെ മനസ്സിൽ പൊടിയേണ്ട അടയാളമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ അനുഗ്രഹമാണ് സമാധാനം എന്നുള്ളത്, ശാന്തി എന്നുള്ളത്, നിർഭയമായും സ്വസ്ഥമായും കഴിഞ്ഞുകൂടാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ അയൽ രാജ്യങ്ങളിലും അതുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ലോകത്ത് മുഴുവൻ സമാധാനവും ശാന്തിയും സ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് 3 അനുഗ്രഹങ്ങളെ പ്രത്യേകം എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നിർഭയരായി താമസിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ളവരാണ് എങ്കിൽ ഒന്നിനെയും പേടിക്കാതെ, ശത്രുക്കളെ പേടിക്കാതെ. അതൊരു വലിയ അനുഗ്രഹമല്ലേ? ഇന്ന് നമ്മൾ ലോകത്തിന്റെ വിവിധ അവസ്ഥകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നിർഭയത്വമില്ലാത്ത, സമാധാനമില്ലാത്ത, ശാന്തിയില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ എത്രയെത്ര നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അമ്ന എന്നുള്ളത് അള്ളാഹ് നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക കൂടി വേണം. രണ്ടാമത്തേത് മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടാകുന്നത്. ക്ഷീണമുണ്ടായാൽ, രോഗം വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വേണ്ടുന്ന വിധം ചെയ്യാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ആരോഗ്യവാന്മാരാണ് എങ്കിൽ അന്നാന്ന് കഴിയാനുള്ള വക നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ, പ്രയാസങ്ങളൊന്നുമില്ലാതെ അന്നാന്ന് കഴിയാനുള്ള വക കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ ആരാണ്? റസൂല് പറഞ്ഞ എന്താണെന്നോ, ഈ ദുനിയാവ് മുഴുവൻ ചിറക് വിടർത്തി നിങ്ങളെ സംരക്ഷിച്ച പോലെയായി നിങ്ങളെന്നാണ്. അന്നാന്ന് കഴിയാനുള്ള വകയുണ്ട്, ആരോഗ്യമുണ്ട്, നിർഭയമായ അവസ്ഥയുണ്ട്. ഈ അവസ്ഥ ഒരു വലിയ അനുഗ്രഹമാണ്. ഇതിന് നമ്മൾ നന്ദി കാണിക്കണം, ശുക്ർ കാണിക്കണം. ഇതില്ലാത്തവരെ എമ്പാടും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹുവിന്റെ ശുക്റുള്ള മനസ്സുമായി അവനിലേക്ക് അടുക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് ജീവനും ജീവിതവും നൽകിയവനാണ്. ഈ കണ്ടനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും എനിക്ക് ചോദിക്കാതെ തന്നെ നൽകിയവനാണ് റബ്ബേ. അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചവൻ. വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ. നോക്കൂ നിങ്ങൾ, ഈ പ്രാർത്ഥനയാണ് മനസ്സിൽ തട്ടി നമുക്കുണ്ടാകേണ്ടത്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. ഈ ബോധമുണ്ടാകണം. വഅബൂഉ ബിദംബി, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നുണ്ട്, പാപങ്ങൾ വരുന്നുണ്ട്. നിന്റെ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിനക്ക് ശുക്ർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. എന്റെ കുറ്റങ്ങളെ, എന്റെ പാപങ്ങളെ, എന്റെ പോരായ്മകളെ ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. വഅബൂഉ ബിദംബി ഫഗ്ഫിർലി, പൊറുക്കണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും നീ അല്ലാതെ ആരാണ് ഞങ്ങളുടെ വീഴ്ചകളും പാപങ്ങളും പുറത്തു തരിക? നോക്കൂ, ഒരു വിശ്വാസിയുടെ മനസ്സാണ്. അതിനാദ്യം ഉണ്ടാകേണ്ടത് അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് സദാസമയങ്ങളും എല്ലാ നിമിഷങ്ങളിലും നിമിഷാർദ്ധങ്ങളിലും ആശ്രയിച്ച് കഴിയേണ്ടവരാകുന്നു എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അതിനാണ് ജീവിതം. മരണം വരെ ജീവിച്ചു തീർക്കേണ്ടതാണ്, കഴിച്ചു കൂട്ടിക്കളയേണ്ടതാണ് നമ്മുടെ ജീവിതം. അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാക്കി തന്നെ തീർക്കാൻ കഴിയണം. നിങ്ങൾ ഫിത്നകളിലും കുഴപ്പങ്ങളിലും അകപ്പെടരുത് എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹ്. ബദിറു ബിൽ അഅ്മാലി സ്വാലിഹ, സുഹൃതങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. നന്മ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അത് പിന്നെയാക്കാമെന്ന് വെക്കരുത്. നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ബദിറു എന്നാണ്, ഉടനെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഫസതകൂനു ഫിതൻ, ഇനി ചില കുഴപ്പങ്ങളൊക്കെ വരാനുണ്ട്. ഏതുപോലെയുള്ള കുഴപ്പങ്ങളാണെന്നോ? ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങളെ പോലെ. കൂരാകൂരിട്ടുള്ള രാത്രിയെ തുണ്ടം തുണ്ടമായി മുറിച്ചാൽ അതിങ്ങനെ ജീവിതത്തിലേക്ക് അത് ഉതിർന്നു വീഴുമ്പോൾ നമുക്കനുഭവപ്പെടുന്ന കുഴപ്പത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. റസൂൽ അങ്ങനെയാണ് അതിനെ ഉപമിച്ചത്. എങ്ങനെയായിരിക്കും അപ്പോൾ? യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ, ഒരു വ്യക്തി അന്ന് നേരം പുലരുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവനായിക്കൊണ്ടായിരിക്കും. വൈകുന്നേരമാകുമ്പോൾ അള്ളാഹുവിന് അവന് വേണ്ടാത്ത അവസ്ഥയായിരിക്കും. അള്ളാഹുവിനെ അവൻ ജീവിതത്തിൽ നിന്ന് കൈയൊഴിഞ്ഞിരിക്കും. വയുംസി മുഅ്മിന, വൈകുന്നേരമൊന്നും തിരക്കേടില്ലാത്ത പടച്ചോനെ കുറിച്ചുള്ള ബോധമുള്ള മനുഷ്യനായിരിക്കും. നേരം പുലരുമ്പോഴേക്കോ വയുസ്ബിഹു കാഫിറ, അവൻ അള്ളാഹുവിനെ കൈയൊഴിച്ച അവസ്ഥയിലായിരിക്കും. ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ് റസൂൽ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില നേരങ്ങളിലൊക്കെ പടച്ചോൻ പറഞ്ഞത് ചെയ്യുന്നു, മറ്റുള്ള നേരങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഹുദയെ വിട്ട് നമ്മുടെ ഹവയെ, നമ്മുടെ തന്നിഷ്ടങ്ങൾക്കും നമ്മുടെ ദേഹേച്ഛകൾക്കും പിന്നാലെ നമ്മൾ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അതാണ് ഫിത്ന എന്നാ പറയുന്നത്. എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം? ദുന്യവിയായ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ദീനിനെ അവൻ വിറ്റ് കാശാക്കുന്നു, ദീനിനെ മാറ്റിവെക്കുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതാണ് അപകടകരമായ അവസ്ഥ. ദുനിയാവിനെ വലിയതായി കാണരുത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന, ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഞങ്ങളുടെ ഗോളായി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ദുനിയാവല്ല റബ്ബേ, അങ്ങനെ നീ ആക്കരുത് എന്നാണ്. ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിന്റെ അങ്ങേ അറ്റം ദുനിയാവാക്കരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൻ അഹബ്ബ ദുനിയ വസറ ബിഹാ, ആരെങ്കിലും ദുനിയാവിന്റെ പിന്നാലെ പോയി അതിൽ സന്തുഷ്ടനാവുകയാണെങ്കിൽ ദഹബ ഖൗഫുൽ ആഖിറ മിൻ ഖൽബിഹി, പിന്നെ അവന്റെ മനസ്സിൽ എങ്ങനെയാ പരലോക ചിന്ത ഉണ്ടാകുക? അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ അജ്ഞാനുവർത്തികളായി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബേ, നിങ്ങൾക്കതിന് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. നമ്മൾ ഈ ദുനിയാവിൽ കാലാകാലം കഴിയേണ്ടവരല്ല.
നമ്മുടെ സമയമെത്തിയാൽ യാത്ര പോകേണ്ടവരാണ്. ജീവിതത്തിൽ ഒരുപാട് താൽക്കാലികമായ യാത്രകൾ നമ്മൾ നടത്തുന്നതിനിടയിൽ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്കും ലോകത്തിലേക്കുമുള്ള ഒരു യാത്ര നമ്മൾ നടത്തേണ്ടതുണ്ട്. റസൂലുള്ള തൻ്റെ സഹാബത്തിനെ ഇടെ ഓർമ്മിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. പ്രവാചകന്റെ ഏറ്റവും അരുമശിഷ്യനായിരുന്ന റസൂലിന്റെ സുന്നത്തുകളൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരുന്ന ഒരു സഹാബി വര്യനാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. റസൂൽ ചെയ്തതൊക്കെ ചെയ്യും. ഇത്തിബാഉ സുന്നത്ത് റസൂലില്ല. അതിൽ അതിര് കടന്ന് ചിലപ്പോഴൊക്കെ നബി ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ പിന്നാലെ അദ്ദേഹം നടക്കും. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടി പതിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആ റസൂലിന്റെ കാലടി പതിഞ്ഞെടുത്തായിരിക്കും മൂപ്പര് കാലുവെക്ക്. അങ്ങനെ റസൂലിന്റെ ഓരോ സുന്നത്തിനെയും പിന്തുടർന്നിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂൽ ഒരിക്കൽ പറഞ്ഞു, ആ ഇഷ്ടം പ്രകടിപ്പിച്ചതാണ്. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്. ദുനിയാവിൽ ഇബ്നു ഉമറെ നീ കഴിയേണ്ടത് ഒരു പരദേശിയെ പോലെയാണ്, ഒരു പ്രവാസിയെ പോലെ. നമ്മുടെ കൂട്ടത്തിൽ പ്രവാസ ജീവിതം നയിച്ചവർ വല്ലാത്തവരുണ്ടാകും. പ്രവാസ ജീവിതത്തിന്റെ കയ്പും മധുരവും നുകർന്നവരുണ്ടാകും. പ്രവാസികളായ എന്താന്നോ, അവർക്കൊരു ബെഡ് സ്പേസ് മതി കിടക്കാൻ അവിടെ. പക്ഷെ എന്നാൽ ആ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടിയാൽ മതി. ഗംഭീര ഭക്ഷണമാണൊന്നുമില്ല, ഒരു ഹുബ്സും കുറച്ച് ദാലും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായാലും മതി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അവിടുത്തെ ആവശ്യങ്ങൾ. അവിടെ വലിയ വീടും സംഗതികളും നമ്മൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കാറില്ല. പ്രവാസി എന്ന് പറഞ്ഞാൽ കാലാകാലം ആ നാട്ടിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. അങ്ങനെയാകണം നീ. ആബിർ സബീൽ, അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെ. അതാണ് ദുനിയാവിലെ നമ്മുടെ പൊസിഷനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ബോധവും വിചാരവും നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് പറഞ്ഞു ഇബ്നു ഉമറിനോട്, വഉദ് നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ. നിന്നെ നീ ഈ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിക്കോന്ന്. നമ്മുടെ വെല്ലുവിളിക്കൽ നോക്കൂ. നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കളും പ്രപിതാക്കളും നമ്മുടെ മാതാക്കളും ബന്ധുമിത്രാദികളും നാട്ടുകാരുമായി എത്ര ആളുകൾ അവിടെ ഉണ്ട് ഖബറിൽ. നിങ്ങളെയും അവിടുത്തെ ഒരു മെമ്പറായി നിങ്ങൾ എണ്ണിക്കൊണ്ട് ദുനിയാവിൽ കഴിയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ വിചാരം അങ്ങോട്ട് പോകേണ്ടവരാണ്. അവിടെയാണ് നമ്മുടെ ശരിയായ വീട്, അതാണ് നമ്മുടെ ശാശ്വതമായ ലോകം. ആ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് അധ്വാനിക്കേണ്ടത് എന്നാണ്. വൈകുന്നേരമായാൽ നേരം പുലരും എന്ന് വിചാരിക്കേണ്ട, നേരം പുലർന്നാൽ വൈകുന്നേരമാകുന്നു വിചാരിക്കേണ്ട എന്ന് ഇബ്നു ഉമർ പിന്നെ റസൂലിന്റെ ഈ ഉപദേശം കേട്ടിട്ട് ആൾക്കാരോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ആരോഗ്യകാലത്ത് നമ്മൾ രോഗികളാകുമ്പോൾ വേണ്ടതൊക്കെ നമ്മൾ സമ്പാദിക്കണം. ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമയും സമാധാനവും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.